കൊൽക്കത്തയിൽ ലേക്ക് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ആരാധകർ അവിടേക്ക് എത്തിയിരിക്കുന്നു. വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. ഈസ്റ്റ് ബംഗാളിൻ്റെയും മോഹൻ ബഗാനിൻ്റെയും പോരാട്ടം ഇന്ന് നടക്കാനിരുന്നതാണ് മത്സരം. ആ മത്സരത്തിൽ എത്തിയ ആരാധകരാണിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വലിയ പ്രതിഷേധം സമൂഹത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും സമാനതകളില്ലാത്ത രീതിയിൽ ഐക്യദാർഢ്യവുമായി ബംഗാളിലേക്ക് എത്തുന്നു. രാജ്യത്തിനപ്പുറത്ത് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നടക്കം അവിടെയുള്ള യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, ഈ വൈദ്യ മേഖലകളിൽ ഉള്ള ആളുകളൊക്കെ തന്നെ പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കൊൽക്കത്തയിൽ ഫുട്ബോൾ ആരാധകർ കൂടി പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. അവരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് സമീപമാണ് നൂറുകണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകർ ഒരുമിച്ചെത്തി ടീമിൻ്റെ ആ ഐക്യദാർഢ്യം എന്ന നിലയിൽ, ആരാധകർ എന്ന നിലയിൽ വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ കൂടി അറിയിക്കുന്നത്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ അവർ പിരിഞ്ഞ് പോവുകയാണോ അതോ പ്രതിഷേധം പല നിലയിൽ പുരോഗമിക്കുകയാണോ? കൂടുതൽ സമയത്തിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സ്ഥിതി? ചില ആരാധകർ അവർ ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ട്, ചിലരല്ല ഭൂരിഭാഗം ആരാധകരും അവർ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടെ സുരക്ഷാ സൈനികമായിട്ട് പലരും തമ്മിൽ തർക്കം ഉണ്ടാകുന്നുണ്ട്, വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്, ചെറിയ തോതിലെങ്കിലും സംഘർഷം ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരെ പിരിച്ചുവിടുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും മാറ്റി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രീനിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അർദ്ധ സൈനിക വിഭാഗം കൂടി, പോലീസിനൊപ്പം സഹായിക്കാൻ അർദ്ധ സൈനിക വിഭാഗം കൂടി എന്തായാലും ഇപ്പോൾ ആ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്, അണിനിരത്തിട്ടുണ്ട്. ആ സേനാ വിന്യാസം എന്തായാലും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും അധികം ആളുകളെ മടക്കി അയക്കുക എന്ന് പറയുന്നത്, അതും വലിയ തോതിലുള്ള സംഘർഷങ്ങളിലേക്കൊന്നും തന്നെ പോകാതെ, ഏറ്റുമുട്ടലിലേക്കൊന്നും തന്നെ പോകാതെ ആളുകളെ സമാധാനത്തോടു കൂടി പറഞ്ഞയക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് സംഘർഷഭരിതമായി കഴിഞ്ഞാൽ പോലീസിന് ജലപീരങ്കി അല്ലെങ്കിൽ ടിയർ ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ള കാര്യമുണ്ട്. അതെല്ലാം അല്പസമയം മുമ്പ് അവർ വലിയ ഈ മൈക്രോഫോണിലൂടെ അനൗൺസും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുറച്ച് ആളുകളെങ്കിലും മടങ്ങിപ്പോകാൻ വേണ്ടി തയ്യാറാകുന്നത്. എന്തായാലും സ്ഥിതിഗതികൾ പഴയ പോലെ മടങ്ങി വരുന്നതിന് എന്തായാലും കുറച്ച് സമയമെടുക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അത്രയും അധികം ആളുകളാണ് ആ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിലേക്ക് ഇരച്ചെത്തിയത്. മാത്രമല്ല ആ പരിസരത്തെ വാഹന ഗതാഗതം അത് പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരുന്നു. പോലീസിനെ കൊണ്ട് ഒറ്റയ്ക്ക് തടുക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയതോടുകൂടി തന്നെയാണ് മറ്റ് അർദ്ധ സൈനിക വിഭാഗത്തിന് കൂടി എന്തായാലും പ്രതിഷേധക്കാരുടെ ഈ സമരത്തിനെതിരെ അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ഇടപെടേണ്ടി വന്നത്. അവിടെ സംഘർഷമുണ്ടാകുന്നു, ചെറിയ രീതിയിലെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരെ കൂടി സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്തായാലും പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ പോലീസും അർദ്ധ സൈനിക വിഭാഗവും കടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ പറയേണ്ട കാര്യം, അവിടെ ഒരുപക്ഷെ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ സമരങ്ങളിലൊന്ന് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലൊന്ന് എന്നുള്ള തരത്തിലേക്കാണ് എന്തായാലും ഇപ്പോൾ ഈ രണ്ട് ഫുട്ബോൾ മത്സരങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഫുട്ബോൾ ടീമുകളുടെ ആരാധകർ ചേർന്ന് മുന്നിൽ വെച്ചുകൊണ്ട് പ്രതിഷേധക്കാരുടെ പ്രതികരണമാണെന്ന് തോന്നുന്നു. അതുകൂടി കേൾക്കാം. একটা হিন্দি দিল, আরে তাড়াতাড়ি করুন, চলো একটা হিন্দি বলো ভাই বলো। देखिए, एक तो आप जानते हैं कि सीजन का पहला डर्बी था ईस्ट बंगाल और मोहन बगान, और इसमें आज जितने पुलिस इस मैच को रोकने के लिए दिया गया था, और जो मैच देखने के लिए जितने सपोर्टर्स आए हुए थे उनको अरेस्ट करने के लिए आज जितने बंगाल के पुलिस को लगाया गया, उसके आधा पुलिस भी दिया जाता तो भी आज ये मैच हो पाता। तो आज वो आधा पुलिस दिया जाता। जितना पुलिस आज दिया है इस मैच को रोकने के लिए, जितना पुलिस आज दिया गया है इस मैच के डिमांड के लिए, जो आए हुए फैन को, सपोर्टर्स को अरेस्ट करने के लिए, उससे आधा पुलिस देता तो मैं समझता कि यहाँ आज ईस्ट बंगाल मोहन बगान मैच होगा। मैं समझता हूँ कि फुटबॉल के लिए बहुत ही निंदा की बात है। മത്സരം നടക്കേണ്ട ദിവസമായിരുന്നു ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം. ആ മത്സരമാണ് ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുന്നത്. അതിൽ പോലും കടുപിടുത്തമുണ്ടായി എന്ന ആരാധകർക്ക് വലിയ പ്രതിഷേധമൊക്കെയുണ്ട്. അർജുൻ, ഇപ്പോൾ പ്രതിഷേധക്കാരൊക്കെ തന്നെ പറയുന്നത് പോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു, അതുപോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഒപ്പം അത് ഈ മത്സരം നടക്കുന്ന സമയത്ത് തന്നെ ഈ യുവ ഡോക്ടർക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യം ഉണ്ടാകും എന്ന തരത്തിലേക്കൊക്കെ മുൻനിർത്തിയാണോ ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ ആ രീതിയിൽ സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചത്?
പ്രജീഷ്, ഈ ആരാധകരുടെ പ്രതികരണം തന്നെ വളരെ രസകരമാണ്. കാരണം അവർ പോലീസിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മത്സരത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ മത്സരത്തിനിടയിലേക്ക് പ്രതിഷേധവുമായി വരുന്ന ആരാധകരെ തടയാനും അവരെ അറസ്റ്റ് ചെയ്യാനും വേണ്ടി നിയമിച്ച അവിടെ വിന്യസിച്ച പോലീസിന്റെ പകുതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ മത്സരം നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു. ഈ മത്സരം നടക്കുന്നതിന് ഇടയിൽ വെച്ച് ആ സ്റ്റേഡിയത്തിനകത്ത് വെച്ച് രണ്ട് ടീമിന്റെയും ആരാധകർ ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യം വിളിച്ച് ഒരു പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കായിരുന്നു ആദ്യം പോയിരുന്നത്. ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് താരങ്ങൾക്കടക്കം മത്സരത്തിനടക്കം സുരക്ഷ ഒരുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മത്സരം റദ്ദാക്കിയത് എന്നുള്ളതാണ് പ്രധാന കാര്യം. അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾക്കും ഒക്കെ തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടുള്ള കൊൽക്കത്തയിൽ ഇപ്പോൾ ഐക്യദാർഢ്യം, അത് ഫുട്ബോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും ഈസ്റ്റ് ബംഗാളിന്റെയും മോഹൻ ബഗാന്റെയും ആരാധകരാണ് ഇപ്പോൾ യുവ ഡോക്ടർക്ക് കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലേക്ക് കൂടി ഇറങ്ങുന്ന സാഹചര്യമുണ്ടായത്.